ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സമീന ഡയറീസ്. അപ്പം നിങ്ങൾ തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ആണ്. ഓക്കെ, ഇപ്പം എനിക്കൊരു 36 വീക്സ് കഴിഞ്ഞു. നാളെ ഞാൻ അഡ്മിറ്റ് ആവാൻ പോവാണ്. അപ്പോൾ ഓൾറെഡി നേരത്തെ ഞാൻ ബാഗ് പാക്ക് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇന്ന് എടുക്കാം നാളെ എടുക്കാന്നൊക്കെ പറഞ്ഞ് നീണ്ടു പോയി. അപ്പൊ ഇന്ന് എടുത്തില്ലെങ്കിൽ ഇനി എപ്പോൾ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. സോ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഇടുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് ആൾക്കാര് ഈ ഒരു ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ഒക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഞാൻ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പൊ എന്റെ സെക്കൻഡ് പ്രഗ്നൻസി ആണ്. അപ്പോൾ 6 വർഷം മുന്നേ ഞാൻ ഫസ്റ്റ് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എന്റെ മദറിനെ ആയിരുന്നു എന്റെ ഹോസ്പിറ്റൽ ബാഗ് മൊത്തം പാക്ക് ചെയ്തത്. അപ്പൊ എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഞാനാണ് ഇതൊക്കെ പാക്ക് ചെയ്തത്. അപ്പം എനിക്കറിയില്ല എന്ത് പാക്ക് ചെയ്യണം, എന്തൊക്കെ ഐറ്റംസ് വേണം എന്നൊക്കെ. അപ്പൊ ഞാൻ തന്നെ ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് കണ്ട് നോട്ടൊക്കെ ചെയ്ത് പിന്നെ ഓർഡർ ചെയ്ത് അങ്ങനെയാണ് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം എന്നെ പോലെ ഇപ്പൊ ന്യൂ മോംസ് ഉണ്ടാവും, വലിയ ഐഡിയ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നെ പോലെ അവർക്കും നിങ്ങൾക്കും യൂസ്ഫുൾ ആകട്ടെ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മസ്റ്റ് ആയിട്ട് എടുത്തു വെക്കേണ്ട സാധനങ്ങൾ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഞാൻ 2 ഇതായിട്ടാണ്, അതായത് നമുക്ക് അമ്മയ്ക്ക് വേണ്ട സാധനങ്ങളും കുഞ്ഞിന് വേണ്ട സാധനങ്ങളും 2 ഇതായിട്ടാണ് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ അമ്മയുടെ എന്തൊക്കെ വേണം എന്നുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണം എന്നുള്ളത് പറയും. അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് വേണ്ടി എന്തൊക്കെ എടുക്കണം എന്നുള്ളത് ഞാൻ പറയും. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എടുത്തു വെക്കേണ്ടത് നമ്മുടെ ഹോസ്പിറ്റൽ ഫയൽ തന്നെയാണ്. അപ്പം അത് എടുത്തു വെക്കുക. നമ്മുടെ സ്കാൻ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ തന്നെ റെഡിയാക്കി എല്ലാ ഇതും നമ്മുടെ ഫയലിനകത്ത് വേണം. ഓക്കെ, അതാണ് ഫസ്റ്റത്തത്. പിന്നെ ID പ്രൂഫൊക്കെ ഉണ്ടല്ലോ, ആധാർ, അതൊക്കെ ചോദിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ചില വീഡിയോസിൽ ആൾക്കാർ അതൊക്കെ വേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ ജസ്റ്റ് ഒരു കരുതലിന് വേണ്ടിയിട്ട് ID പ്രൂഫ്, ആധാർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഫയലിൽ കീപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ ബേസിക്കലി കുറച്ച് സാധനങ്ങൾ അത് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം അമ്മയുടേതും കുട്ടിയുടേതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഓക്കെ, ബേസിക്കായിട്ട് നമ്മൾ എടുത്തു വെക്കേണ്ട സാധനം ഒന്നാമത്തത് മൊബൈൽ, നമ്മുടെ മൊബൈല്, ചാർജർ, പിന്നെ ബ്രഷ്, പേസ്റ്റ്, ടങ് ക്ലീനർ, കുട്ടിക്കുള്ള വെറ്റ് വൈപ്സ് ഉണ്ടല്ലോ, വെറ്റ് വൈപ്സ്, കൊച്ചിനുള്ള ഡയപ്പർ ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കാം. പിന്നെ നമ്മൾ ബോട്ടിൽ കയ്യിൽ കരുതിയിരിക്കുക വെള്ളത്തിന്. പിന്നെ ചീപ്പ്, ബണ്ണ്, സ്ലൈഡ്, അങ്ങനെയുള്ള സാധനങ്ങൾ, നമ്മുടെ എന്തെങ്കിലും സ്കിൻ കെയർ അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ബേബിക്കുള്ള പ്രൊഡക്ട്സ് വേണം എന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ കയ്യിൽ വെച്ചിരിക്കാം. പിന്നെ സ്ലിപ്പർ. ഓക്കെ, നമ്മൾ ചിലപ്പം ഹോസ്പിറ്റലിൽ ബാത്റൂമിൽ ചിലപ്പോൾ സ്ലിപ്പർ ഒന്നും ഉണ്ടാവണമെന്നില്ല, എനിക്കറിയില്ല. അപ്പം കയ്യിലൊന്ന് വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അമ്മയ്ക്കുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് എന്റെ ഡ്രസ്സാണ്. അതായത് നമ്മുടെ ഓപ്പൺ നൈറ്റി ഒരു 1-2 കയ്യിൽ വെച്ചിരിക്കാം. ബാക്കി ഫീഡിങ് നൈറ്റീസും ഷോള് എന്റെ ഡ്രസ്സൊക്കെയാണ് ഞാൻ കരുതി വെച്ചിരിക്കുന്നത്. 2-3 സെറ്റ്. ഓക്കെ, ദെൻ 2 ബെഡ്ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ അവിടെ പോകുമ്പോൾ ബെഡ്ഷീറ്റ് ഒന്നും കാണണമെന്നില്ല. ബെഡിൽ വിരിക്കാനും പുതയ്ക്കാനൊക്കെ ആയിട്ട് 2 ബെഡ്ഷീറ്റ് ജസ്റ്റ് കയ്യിൽ വെച്ചിരിക്കുക. പില്ലോ ആവശ്യം വരുമെന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ആ സമയത്ത് കാണിക്കാം. ഓക്കെ, പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു ടവല് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇത് നമ്മുടെ ഫീഡിങ് ബ്രാസും ഇന്നേഴ്സും ഒക്കെയാണ് അത്. ഓക്കെ, ദെൻ പിന്നെ ഈ ഒരു പൗച്ചിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചീപ്പ്, ബണ്ണ്, സ്ലൈഡ്, സ്കിൻ കെയർ ഐറ്റംസ്, സോപ്പ്, ഇങ്ങനെയുള്ള സാധനം, പിന്നെ ഹെയർ ഓയില്, ഇതൊക്കെ കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനമാണ് നമ്മുടെ മെറ്റേണിറ്റി പാഡ്സ്. ഓക്കെ, ഇത് മിക്കതും ഞാൻ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ ഷോപ്പ് ചെയ്തത്. ഇതും ഞാൻ ഓൺലൈനിൽ നിന്ന് തന്നെയാണ് ഷോപ്പ് ചെയ്തത്, ഫ്ലിപ്കാർട്ട് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതില് 10 പാൻറ്റീസ് വരുന്നത് 2 സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. മെറ്റേണിറ്റി പാഡ്സ് ആണ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കാര്യം. കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്വാഡിൽസ്. ഓക്കെ, പൊതിയാനുള്ള ഒരു
തുണി 2 വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ബർപ്പ് ക്ലോത്ത്സ്. ഓക്കെ, ഇതിലൊരു 6 വരുന്ന സെറ്റായിട്ടാണ് ഞാൻ കോംബോ ആയിട്ടാണ് വാങ്ങിച്ചത്. അതിലൊരു 2-3 കൊണ്ടുപോയാൽ മതി. ഓക്കെ, റേറ്റ് ഒക്കെ എനിക്ക് മറന്നുപോയി. ഇതും ഞാൻ ഓൺലൈനിൽ നിന്നൊക്കെയാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പം അതിലുള്ള ക്ലോത്ത്സ് ആണ്. പിന്നെ കൊച്ചിനുള്ള ക്യാപ്പ്, പിന്നെ ഇത് 2 കോംബോ ആയിട്ട് വാങ്ങിച്ചതാണ്. ടവല്, കൊച്ചിനെ കുളിപ്പിച്ചിട്ട് തുടയ്ക്കാനൊക്കെ ആയിട്ടുള്ള മസ്ലിൻ ടവലാണ്. അതേപോലെ ഈ ബർപ്പ് ക്ലോത്തും ഇതെല്ലാം മസ്ലിൻ്റെതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ടവല്. ദെൻ കൊച്ചിനുള്ള ഡ്രസ്സ്. ഇതില് ഒന്ന് എന്ന് പറയുന്നത് കാണിച്ചു തരാം. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്, കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് കോട്ടന്റെ ആണെന്ന് തോന്നുന്നു. കെട്ട് തരുന്ന ടൈപ്പാണ്. ഇതിൽ ഒരു 6 ഞാൻ വാങ്ങിച്ചു. അതേപോലെ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഷോപ്പ് ചെയ്ത സാധനം കേട്ടോ. ഇത് മസ്ലിൻ ക്ലോത്ത് ആണ്. ഇത് ബട്ടൺസ് വരുന്ന ജബ്ലാസ് ആണ്. ഓക്കെ, അങ്ങനത്തെ ഇതും ഒരു 6 വരുന്ന ഒരു കോംബോ ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. കൊച്ചിന്റെ ഡ്രസ്സ് ഞാൻ അത്യാവശ്യം കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. എത്രയെല്ലാം വരും ഹോസ്പിറ്റലിൽ എത്താൻ ആവശ്യം വരുമെന്ന് അറിയില്ല. ഓക്കെ, പിന്നെ വാങ്ങിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാങ്കറ്റ്. കൊച്ചിനുള്ള ബ്ലാങ്കറ്റ് 2. ഇതും കോംബോ ആയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത്. ഓക്കെ, ബ്ലാങ്കറ്റ്. ഇനിയിപ്പോൾ തണുപ്പ് സമയമാണ്, മഴ സീസണാണ്, അതൊക്കെ ആവശ്യം വരും, അതുകൊണ്ട് വാങ്ങിച്ചു. ഓക്കെ, ദെൻ ഞാൻ വാങ്ങിച്ചതാണ് നാപ്പീസ്. ഇതും മസ്ലിൻ്റെതാണ്, മസ്ലിൻ ക്ലോത്തിന്റെ നാപ്പീസ് ആണ്. ഇതിൽ പാഡ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ഇതാണ്. ഓക്കെ, പാഡ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതാണ്. ഇതും 5 വരുന്ന ഒരു കോംബോ സെറ്റ് ആയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഓൺലൈനിൽ നിന്ന്. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചത് ഡ്രൈ ഷീറ്റ്. ഭയങ്കര ഉപകാരമുള്ള ഒരു സാധനമാണ്. നമ്മുടെ കൊച്ചിന്റെ യൂറിനൊക്കെ പിടിക്കുന്ന ഇതാണ്. ഇതും 3 വരുന്ന ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിനാണ് എനിക്ക് കിട്ടിയത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഞാൻ കൊച്ചിന് വേണ്ടി വാങ്ങിച്ച സാധനമാണ് ഫീഡിംഗ് പില്ലോ. കാരണം ഫസ്റ്റത്തെ എൻ്റെ ഒരു ഡെലിവറി പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ഫീഡിങ് ഭയങ്കര ടഫായിരുന്നു. അപ്പൊ എനിക്കൊരു കംഫർട്ടബിൾ ആയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും ഈ സാധനം വേണമെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചതാണ്. ഇതും ഓൺലൈനിൽ നിന്ന് ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു ഫീഡിംഗ് പില്ലോയാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. കൊച്ചിന്റെ നെറ്റ് വരുന്ന ബെഡ്. ഓക്കെ, ഇതില് കോംബോ ആയിട്ട് ഇതും പിന്നെ ഇതില് പില്ലോ വരുന്നുണ്ട്. ഇതൊരു സെറ്റ്. അപ്പൊ ഇതും ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഹോസ്പിറ്റലില്. ഈ ഒരു സാധനം റിസീവിങ് ബെഡ്. ഓക്കെ, ഈ ഒരു സാധനം. അപ്പൊ ഇതും അതേപോലെ വെറും ബെഡായിട്ട് വരുന്ന ഇതേപോലെ ഒരു സാധനം ഉണ്ട്. അത് 3 ഒരു കോംബോയ്ക്കകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതും ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത്രയും സാധനങ്ങളാണ് ആക്ച്വലി ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്ങിനായിട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വേറെ പിന്നെ മെയിനായിട്ട് എടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ്. നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ പ്ലേറ്റ്, സ്പൂണ്, പിന്നെ കത്തി, പിന്നെ പാത്രം കഴിയുന്ന ചെറിയ ലിക്വിഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആവശ്യം വരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ. അങ്ങനെ അതൊക്കെ എൻ്റെ മദറില്ല സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അന്ന് ഇതിലൊന്നും കാണിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഐറ്റംസ് ഓക്കെ അതൊക്കെ കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. എൻ്റെ ഡെയിലി വ്ളോഗ്സ്, അതേപോലെ ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെ കിച്ചൺ റിലേറ്റ് ചെയ്തിട്ടുള്ള വ്ളോഗ്സ് ഒക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുള്ളത്. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.